ഓവർവ്യൂ ഓഫ് റീറ്റെയിലിംഗിലെ ലാസ്റ്റ് യൂണിറ്റ് ആണ് യൂണിറ്റ് 12 റീറ്റെയിൽ ടെർമിനോളജി. റീറ്റെയിൽ ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ റീറ്റെയിൽ ബിസിനസ്സിനെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ചില ടേമുകൾ, ആ ടേം കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്, അതാണ് ഈ യൂണിറ്റിൽ നോക്കുന്നത്. അപ്പൊ ഏറ്റവും ആദ്യം ഓപ്പറേഷൻ സെക്ഷനിൽ ഓപ്പറേഷൻ ടേംസ് ആണ് ബിസിനസ് പ്രവർത്തനങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുന്ന ടേംസ്. ഫസ്റ്റ് വൺ ABV, ആവറേജ് ബിൽ വാല്യൂ. ടോട്ടൽ സെയിൽസിനെ ടോട്ടൽ നമ്പർ ഓഫ് ബില്ലുകൾ കൊണ്ട് ഹരിക്കുമ്പോഴാണ് ആവറേജ് ബിൽ വാല്യൂ കിട്ടുന്നത്, ശരാശരി ബില്ലിന്റെ എമൗണ്ട്. അതിനെ തന്നെ നമ്മൾ ക്യാഷ് മെമ്മോ സൈസ് എന്നും പറയാറുണ്ട്. ദെൻ രണ്ടാമത്തെ ടേം എന്ന് പറയുന്നത് ബാർകോഡാണ്. ബാർകോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഡിംഗ് ഓഫ് ഇൻഫർമേഷൻ റിലേറ്റിംഗ് ടു എ പ്രോഡക്റ്റ് ബൈ പാരലൽ ലൈൻസ്, ബ്ലാക്ക് ലൈൻസ്. നമ്മൾ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടുള്ള എല്ലാ വിവരങ്ങളും കൃത്യമായ സമാന്തരമായ ചെറിയ ചെറിയ ബാറുകളായിട്ട്, ബ്ലാക്ക് ബാറുകളായി എൻകോഡ് ചെയ്തു വെക്കുന്ന സിസ്റ്റം, അതിനെയാണ് എന്ത് പറയുക, ബാർ കോഡിംഗ് എന്ന് പറയുന്നത്. ദെൻ മൂന്നാമതായി B2B. B2B എന്ന് പറയുമ്പോൾ ബിസിനസ് ടു ബിസിനസ്. That means one business sells its products or services to another business. ഒരു ഫേം അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ വേറൊരു ഓർഗനൈസേഷന് പ്രോഡക്ട്സോ സർവീസോ വിൽക്കുകയാണെങ്കിൽ അതിനെയാണ് B2B ബിസിനസ് എന്ന് പറയുന്നത്. ദെൻ അടുത്തതാണ് B2C, ബിസിനസ് ടു കൺസ്യൂമർ. Here the shop or the organization sells the products or services to consumers. ഇവിടെ ഡീലിങ്സ് നടത്തുന്നത് ഒരു സ്ഥാപനവും ആ സ്ഥാപനത്തിന്റെ കൺസ്യൂമേഴ്സും അവർക്കിടയിലാണ്. ദെൻ അടുത്ത ടേമാണ് ബേ. ബേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ സെറ്റ് ഓഫ് ഷെൽഫ്സ് ആണ്. നമ്മൾ സ്റ്റോക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഷെൽഫുകളുടെ ഒരു കൂട്ടം, അറേഞ്ച് ചെയ്ത് വെക്കുന്ന ഷെൽഫുകൾ ഉണ്ടായിരിക്കും. പ്രോഡക്റ്റ് കറക്റ്റ് ആയിട്ട് കൺസ്യൂമേഴ്സിന് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി നമ്മൾ കുറേ ഒരു കൂട്ടം ഷെൽഫുകൾ ഉണ്ടാവും. ആ സെറ്റ് ഓഫ് ഷെൽഫ്സിന് നമ്മൾ പറയുന്ന പേരാണ് ബേ എന്ന് പറയുന്നത്. ദെൻ അടുത്തതാണ് CN ഓർ DN, ക്രെഡിറ്റ് നോട്ട് അല്ലെങ്കിൽ ഡെബിറ്റ് നോട്ട്. ക്രെഡിറ്റ് നോട്ട് എന്ന് പറയുമ്പോൾ നമ്മളുടെ കസ്റ്റമേഴ്സ്, അല്ലെങ്കിൽ ഇപ്പോൾ ഡെബിറ്റ് നോട്ട് ആണെങ്കിലും ക്രെഡിറ്റ് നോട്ട് ആണെങ്കിലും കസ്റ്റമേഴ്സോ അല്ലെങ്കിൽ ഡീലേഴ്സിന്റെ കയ്യിൽ നിന്നോ വാങ്ങിച്ച ഉൽപ്പന്നങ്ങൾ തിരിച്ചു കൊടുക്കുമ്പോൾ പ്രിപ്പയർ ചെയ്യുന്ന ഡോക്യുമെന്റ്സ് ആണ് ക്രെഡിറ്റ് നോട്ട് അല്ലെങ്കിൽ ഡെബിറ്റ് നോട്ട്. അത് പർച്ചേസസ് റിട്ടേൺ ആയിരിക്കാം, സെയിൽസ് റിട്ടേൺ ആയിരിക്കാം. എങ്ങനെയായാലും വാങ്ങിച്ച വസ്തുക്കൾ തിരിച്ചു കൊടുക്കുന്ന സമയത്താണ് ഡെബിറ്റ് നോട്ടോ ക്രെഡിറ്റ് നോട്ടോ പ്രിപ്പയർ ചെയ്യുന്നത്. ദെൻ ഏഴാമത്തെ ടേമാണ് CB റിപ്പോർട്ട്സ്. CB റിപ്പോർട്ട്സ് റെഫേഴ്സ് ടു ക്യാഷ് റിപ്പോർട്ട്സ്. നമ്മുടെ ബിസിനസ്സിൽ ക്യാഷ് ട്രാൻസാക്ഷൻസ് നടന്നിട്ടുണ്ടായിരിക്കും, അതിനെ കുറിച്ച് നമ്മൾ റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യാം, അതാണ് CB റിപ്പോർട്ട്. ദെൻ എട്ടാമതായി വരുന്നത് ചെക്ക്ഔട്ട് ഏരിയ. ചെക്ക്ഔട്ട് ഏരിയ എന്ന് പറയുമ്പോൾ ക്യാഷ് ടിൽ ഏരിയ. ബില്ല്, ഒരു കൺസ്യൂമർ അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റോ സർവീസോ വാങ്ങിക്കുന്ന ആള്, അത് ആരും ആയിക്കോട്ടെ, അവര് ആ ഗുഡ്സ് റിസീവ് ചെയ്ത് പകരം ബില്ല് എമൗണ്ട് സെറ്റിൽ ചെയ്യും, ക്യാഷ് കൊടുത്ത് സെറ്റിൽ ചെയ്യുന്ന ഏരിയ ഉണ്ട്. ആ ഏരിയയാണ് നമ്മൾ എന്ത് പറയുന്നത്, ചെക്ക്ഔട്ട് ഏരിയ എന്ന് പറയുന്നത്. പിന്നെ വേറൊരു അബ്രീവിയേഷൻ ആണ് C&A. ഇറ്റ് ഡിനോട്ട്സ് ക്യാഷ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ. Then next term CSA. It refers to customer service assistant. നമ്മളുടെ സ്ഥാപനത്തിലേക്ക് എത്തുന്ന കസ്റ്റമേഴ്സിന് അവർക്ക് ആവശ്യമായ, അവർക്ക് എന്താണ് വേണ്ടത്, അവർക്ക് എങ്ങനെയുള്ള പ്രൊഡക്റ്റ് ആണ് വേണ്ടത്, എന്തെല്ലാം സേവനങ്ങളാണ് വേണ്ടത്, ഇതെല്ലാം നമ്മുടെ സ്ഥാപനത്തിലുള്ള സ്റ്റാഫാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ആ കസ്റ്റമർ സർവീസ് ചെയ്യുന്ന ഓഫീസറെ അസിസ്റ്റ് ചെയ്യുന്ന ആളാണ് CSA, കസ്റ്റമർ സർവീസ് അസിസ്റ്റന്റ്. ദെൻ അടുത്ത ടേമാണ് CSP, കൺസ്യൂമർ സെല്ലിംഗ് പ്രൈസ്. നമ്മൾ ഓഫർ ചെയ്യുന്ന സർവീസിന്റെ അല്ലെങ്കിൽ പ്രോഡക്റ്റിന്റെ പ്രൈസ് എത്രയാണ്, ഒരു യൂണിറ്റ് സെല്ലിംഗ് പ്രൈസ് ഉണ്ടാവും. ആ സെല്ലിംഗ് പ്രൈസിനെയാണ് CSP എന്നുള്ള ടേം കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പൊ എത്രയോ ടേമുകൾ നമ്മൾ ഈ റീറ്റെയിലിംഗ് എന്ന് പറയുന്ന ഈ ഇൻഡസ്ട്രിയിൽ ബിസിനസ് റിലേറ്റഡ് ആയി ഉപയോഗിക്കുന്ന ഒരുപാട് ടേംസ് ഉണ്ട്. അതിൽ ഏതാനും ടേമുകളാണ് നിങ്ങളെ ഈ ചാപ്റ്ററിൽ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഓപ്പറേഷൻ ടേംസ് ആയിട്ടുള്ള ആദ്യത്തെ 12 എണ്ണമാണ് നമ്മളിപ്പോൾ നോക്കിയത്. ദെൻ റീറ്റെയിൽ ടെർമിനോളജിയിലെ ഓപ്പറേഷൻ ടേംസ് ആണ് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത്. 13ാമത്തെ ടേമാണ് CA. CA മീൻസ് കോൺട്രാക്റ്റഡ് ഏരിയ. ദെൻ
കൺസെഷനയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാർജ് റീറ്റെയിൽ സ്റ്റോറുകളിൽ സ്റ്റോറിന്റെ ഇൻസൈഡ് സ്പേസിൽ ചെറിയൊരു കോർണർ അല്ലെങ്കിൽ ചെറിയൊരു സ്പേസ് തേർഡ് പാർട്ടീസിന് കൊടുത്തിട്ടുണ്ടായിരിക്കും. ആ തേർഡ് പാർട്ടീസിന്റെ ഓണർഷിപ്പിലുള്ള പ്രോഡക്ട്സ് അവിടെ വിൽപ്പന നടത്തുന്നുണ്ടാവും. അതിന്റെ ബില്ലിങ്ങും പേയ്മെന്റ് കളക്ട് ചെയ്യുന്നതും ക്യാഷ് കൊടുക്കുന്നതുമെല്ലാം ആ തേർഡ് പാർട്ടി ആയിരിക്കും. അപ്പൊ നമ്മുടെ റീറ്റെയിൽ ഓണർക്ക് ഈ ബിസിനസ്സുമായി യാതൊരു ബന്ധവും ഉണ്ടായിരിക്കില്ല. പക്ഷെ ആ തേർഡ് പാർട്ടി ബിസിനസ് ചെയ്യുന്നത് നമ്മുടെ റീറ്റെയിൽ ഓണറുടെ ഷോറൂമിന്റെ ഉള്ളിൽ ഒരു പർട്ടിക്കുലർ സ്പേസിൽ വെച്ചായിരിക്കും. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഈ ഫാഷൻ ഡിസൈനിങ് ഒക്കെ നടക്കുന്ന സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ ടെക്സ്റ്റൈൽ ഷോറൂമുകളിൽ, വലിയ വലിയ ടെക്സ്റ്റൈൽ ഷോറൂമുകളിൽ ആ ക്യാഷ് കൗണ്ടറിനോട് ചേർന്ന് വേറൊരു സ്പേസിൽ ചെറിയ കൗണ്ടറായിട്ട് ഓർണമെന്റ്സ്, ഫാൻസി ഓർണമെന്റ്സോ അല്ലെങ്കിൽ ക്ലിപ്പുകളോ വാച്ചുകളോ ഒക്കെ വിൽക്കുന്നത് കണ്ടിട്ടുണ്ടാവും. അതിന്റെ ബില്ലിങ് ആ കടയിലാണ് നടക്കുന്നത്. അല്ലാതെ മൊത്തം നമ്മൾ തുണിയെടുത്ത് ബില്ല് അടയ്ക്കുന്നതിന്റെ കൂടെ അല്ല ഈ ഓർണമെന്റ്സിന്റെ ബില്ല് നമ്മൾ പേയ്മെന്റ് കൊടുക്കുന്നത്. അങ്ങനെ ഒരു റീറ്റെയിൽ ഓണർ തന്റെ സ്വന്തം ബിസിനസ് സ്പേസിനുള്ളിൽ തേർഡ് പാർട്ടിക്ക് വേണ്ടി കുറച്ച് സ്പേസ് അലോട്ട് ചെയ്ത് കൊടുക്കുക. അവർക്ക് ബിസിനസ് നടത്താൻ വേണ്ടി ഒരു സ്പേസ് കൊടുക്കുന്നു, വാടകയ്ക്ക് കൊടുക്കുന്നു. അവിടെ അവർ ബിസിനസ് നടത്തുന്നു, അവരുടെ പ്രോഡക്റ്റ് വിൽക്കുന്നു, അവരുടെ പ്രോഡക്റ്റിനുള്ള ക്യാഷ് അവർ കളക്ട് ചെയ്യുന്നു. അങ്ങനെയുള്ള വ്യക്തികളെയാണ് നമ്മൾ കൺസെഷനയർ എന്നുള്ള ടേം കൊണ്ട് അർത്ഥമാക്കുന്നത്. Then അടുത്തതാണ് കാപ്പെക്സ്, CAPEX. That means capital expenditure. Capital expenditure എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത്? ക്യാപിറ്റൽ അസറ്റ്സ്, ഏതെങ്കിലും തരത്തിലുള്ള ബിൽഡിങ്ങോ മെഷീനറിയോ അങ്ങനെയുള്ള അസറ്റ്സ് വാങ്ങിക്കാൻ വേണ്ടി നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ട് ആണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. അതിനെയാണ് കാപ്പെക്സ് എന്നുള്ള ടേം കൊണ്ട് സൂചിപ്പിക്കുന്നത്. ദെൻ അടുത്തതാണ് ക്ലിപ്പ്, സ്ട്രിപ്പ്, ഡിസ്പ്ലേ. ക്ലിപ്പ്, സ്ട്രിപ്പ്, ഡിസ്പ്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബീം, ആ ബീമിൽ നമ്മളിങ്ങനെ ക്ലിപ്സ് ഉണ്ടായിരിക്കും. ആ ക്ലിപ്സിൽ പ്രോഡക്റ്റ് ഡിസ്പ്ലേ ചെയ്യാം. അപ്പോൾ ക്രോസ് മെർക്കൻഡൈസിങ് ചെയ്യാൻ വേണ്ടി പ്രോഡക്ട്സിന്റെ ക്രോസ് മെർക്കൻഡൈസിങ് ഡിസ്പ്ലേയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് അല്ലെങ്കിൽ ഒരു ടെക്നിക്കാണ് ക്ലിപ്പ്, സ്ട്രിപ്പ്, ഡിസ്പ്ലേ. ദെൻ 17ാമതായി വരുന്നത് ഡാറ്റ സ്ട്രിപ്പ് ആണ്. Data strips are placed where PI labels are inserted. എവിടെയാണോ PI labels ഇൻസേർട്ട് ചെയ്യുന്നത് അവിടെയാണ് നമ്മൾ ഈ ഡാറ്റ സ്ട്രിപ്സ് പ്ലേസ് ചെയ്യുന്നത്. ദെൻ 18ാമതായി വരുന്നത് ഡിസ്പ്ലേ ഇൻകം. ഡിസ്പ്ലേ ഇൻകം എന്ന് പറയുമ്പോൾ സ്പേസ്, നമ്മൾ ഇൻകം ജനറേറ്റഡ് ഇൻ റിലേഷൻ ടു സ്പേസ് ടേക്കൺ ഓൺ റെന്റ്. നമ്മൾ എത്ര സ്ഥലമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇപ്പൊ വാടകയ്ക്കൊക്കെ ആയിരിക്കും ബിസിനസ് നടത്തുന്നത്. അപ്പൊ ആ സ്പേസ് ബിസിനസ് നടത്താൻ വേണ്ടി വാടക കൊടുത്ത് നമ്മൾ എടുത്ത സ്പേസ് ഉണ്ടാവും. ആ സ്പേസിനെ റിലേറ്റ് ചെയ്തുകൊണ്ട് ആ സ്പേസിൽ നിന്ന് നമ്മൾക്ക് ജനറേറ്റ് ചെയ്തെടുക്കാൻ കഴിഞ്ഞിട്ടുള്ള ഇൻകം, ആ ഇൻകത്തിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ഡിസ്പ്ലേ ഇൻകം എന്ന് പറയുന്നത്. ദെൻ 19ാമത്തെ ടേമാണ് DSP. DSP എന്ന് പറയുമ്പോൾ ഡയറക്റ്റ് സപ്ലൈ പ്രോഡക്റ്റ്. ഡയറക്റ്റ് സപ്ലൈ പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ പ്രോഡക്ട്സ് ആർ റിസീവ്ഡ് ബൈ ദ ഷോറൂം ഇറ്റ്സെൽഫ് വിത്തൗട്ട് റൂട്ടിങ് ഇറ്റ് ടു വെയർഹൗസ്. നമ്മൾ എന്ത് ചെയ്യുന്നില്ല, നമ്മൾ റിസീവ് ചെയ്യുന്ന പ്രോഡക്റ്റ് വെയർഹൗസിലേക്ക് അയക്കുന്നില്ല, ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ഷോറൂമിൽ തന്നെ സ്വീകരിച്ചു വെക്കുന്നു. അപ്പൊ ഡയറക്റ്റ് സപ്ലൈ പ്രോഡക്റ്റ് ആണ് DSP. ദെൻ അടുത്തതായി വരുന്നത് DAD ആണ്. DAD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്പോസൽ അതോറിറ്റി ഡോക്കറ്റ് ആണ്. ദെൻ 21ാമത് DC, ഡിസ്ട്രിബ്യൂഷൻ സെന്റർ. നമുക്കറിയാം സ്റ്റോക്ക് ഓഫ് പ്രോഡക്ട്സ് ഒക്കെ വിതരണം ചെയ്യുന്ന ആ പർട്ടിക്കുലർ പ്ലേസ്, ഡിസ്ട്രിബ്യൂഷൻ സെന്റർ. ദെൻ 22 DM. DM refers to ഡ്യൂട്ടി മാനേജർ. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ആ ഓപ്പറേഷൻസിനെ എല്ലാം ആ ഡ്യൂട്ടി കൈകാര്യം ചെയ്യേണ്ട മാനേജർ ഡ്യൂട്ടി മാനേജർ. ദെൻ DOM. DOM refers to ഡേറ്റ് ഓഫ് മാനുഫാക്ചർ. നമ്മുടെ പ്രോഡക്റ്റ് എന്നാണ് പ്രൊഡ്യൂസ് ചെയ്തത് എന്നുള്ള ഡേറ്റ്. ഓരോ പ്രോഡക്റ്റിന്റെയും പാക്കറ്റ്സിൽ നമ്മളത് കാണാറുണ്ട്. ഡേറ്റ് ഓഫ് മാനുഫാക്ചറിങ് ഉണ്ടായിരിക്കും, എക്സ്പയറി ഡേറ്റ് ഉണ്ടാവും. അപ്പൊ DOM എന്ന് പറയുമ്പോൾ ഡേറ്റ് ഓഫ് മാനുഫാക്ചർ. ദെൻ 24 EAN കോഡ്. EAN കോഡ് എന്ന് പറയുമ്പോൾ യൂറോപ്യൻ ആർട്ടിക്കിൾ കോഡാണ്, യൂറോപ്യൻ ആർട്ടിക്കിൾ നമ്പർ. ഇന്റർനാഷണൽ ഐറ്റംസ് ഉണ്ടാവും നമ്മൾ ഡീൽ ചെയ്യുമ്പോൾ. ഇപ്പൊ നമുക്കറിയാം LPG പോളിസി വന്നതിന് ശേഷം ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ. അപ്പോൾ വേൾഡ് ലെവലിലാണ് നമ്മൾ സോഴ്സിംഗ് നടത്തുന്നതും പ്രോഡക്റ്റ് വാങ്ങിക്കുന്നതും പ്രോഡക്റ്റ് സപ്ലൈ ചെയ്യുന്നതും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതും എല്ലാം. അപ്പൊ ഈ ഇന്റർനാഷണൽ ലെവലിൽ കൈകാര്യം ചെയ്ത് ഇന്റർനാഷണൽ പ്രോഡക്റ്റിന് 13 ഡിജിറ്റൽ കോഡ് ഉണ്ട്.
13 അക്കങ്ങളുള്ള ഒരു ഡിജിറ്റൽ കോഡ് നമ്മൾ അത്തരം പ്രോഡക്ട്സിന് കൊടുക്കുന്നുണ്ട്. ആ പ്രോഡക്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, യൂറോപ്യൻ ആർട്ടിക്കിൾ നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഇന്റർനാഷണൽ ഐറ്റത്തിന് മാത്രമേ ഉണ്ടാവുള്ളൂ. അതാണ് EAN കോഡ്. ദെൻ 25-ാമതായി പറയുന്നത് FM. FM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലോർ മാനേജർ. ഒരു പർട്ടിക്കുലർ ഫ്ലോർ ഏരിയ അല്ലെങ്കിൽ ആ ഒരു ഡിപ്പാർട്ട്മെന്റ് മൊത്തം ആർക്ക് കീഴിലാണോ പ്രവർത്തിക്കുന്നത് അതിന്റെ ചാർജ് ഏത് മാനേജർക്കാണോ നൽകിയിട്ടുള്ളത് അവരെയാണ് നമ്മൾ ഫ്ലോർ മാനേജർ എന്ന് പറയുന്നത്. ദെൻ അടുത്തതായി പറയുന്നത് DM തന്നെയാണ്. അത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വന്നാണ്. 22 DM ആണ്, 26 DM ആണ്. DM refers to duty manager. Then 27-ാമതായി പറയുന്നത് GR refers to goods received note. ഗുഡ്സ് റിസീവ് ചെയ്യുമ്പോൾ നമ്മൾ സ്റ്റോഴ്സ് ലെഡ്ജർ ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് FIFO LIFO ഒക്കെ ചെയ്യുന്ന സമയത്ത് കേട്ടിട്ടുണ്ടായിരിക്കും. റെസീപ്റ്റ് വരുന്ന സമയത്ത് നമ്മൾ നമ്പർ എഴുതി വെക്കാറുണ്ട്, GR ആൻഡ് നമ്പർ, ഗുഡ്സ് റിസീവ്ഡ് നോട്ട് നമ്പർ. ഗുഡ്സ് റിസീവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന നോട്ട്. ദെൻ അടുത്തതാണ് GIN. എന്ന് പറയുമ്പോൾ ഗുഡ്സ് ഇൻവേർഡ് നോട്ട്. ഗുഡ്സ് സ്റ്റോഴ്സിലേക്ക് വരുമ്പോൾ നമ്മൾ ഗുഡ്സ് ഇൻവേർഡ് നോട്ട് പ്രിപ്പയർ ചെയ്യുന്നു. ദെൻ അടുത്തതാണ് GRWN. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുഡ്സ് റിട്ടേൺഡ് ടു വെയർഹൗസ് നോട്ട്. നമ്മൾ ഗുഡ്സ് വെയർഹൗസിലേക്ക് തിരിച്ചയക്കുന്ന സമയത്ത് പ്രിപ്പയർ ചെയ്യുന്ന നോട്ടാണ് GRWN, ഗുഡ്സ് റിട്ടേൺഡ് ടു വെയർഹൗസ് നോട്ട്. ഈ ചാപ്റ്ററിൽ മൊത്തം നമ്മൾക്ക് ഇങ്ങനെ അബ്രീവിയേഷൻസും അതിന്റെ എക്സ്പാൻഷൻസും മാത്രമാണ്. അതാണ് ടെർമിനോളജി ഇൻ റീറ്റെയിൽ. ദെൻ ഓപ്പറേഷൻ ടേംസിൽ വരുന്ന വേറെ ചില വാക്കുകളാണ്. 30-ാമതായി പറയുന്നത് GAD, ഗുഡ്സ് അക്നോളജ്മെന്റ് ഡിസ്ക്രിപ്പൻസി ഡോക്കറ്റ്. അപ്പൊ ഈ ഡിസ്ക്രിപ്പൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറൻസ്. ഗുഡ്സിന്റെ ഡീലിങ്സിൽ എന്തെങ്കിലും യൂണിറ്റ്സിൽ ഡിസ്ക്രിപ്പൻസി വരുമ്പോൾ അതിൽ കൃത്യമായി പറയുന്നുണ്ട്. അപ്പോൾ ഡിസ്ക്രിപ്പൻസി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ബൈ ദ സ്റ്റോക്ക് റിസീവിംഗ് ഇൻ ചാർജ്. സ്റ്റോക്ക് വാങ്ങിക്കുന്ന ആളാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നത്. എന്തിനു വേണ്ടിയാണ്? ഇഫ് ദർ ഈസ് എനി ഡിഫറൻസ് ബിറ്റ്വീൻ ഫിസിക്കൽ ആൻഡ് സിസ്റ്റം കൗണ്ടിങ് ഓഫ് ദ സ്റ്റോക്ക്. നമ്മുടെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ കാണിക്കുന്ന സ്റ്റോക്കും നമ്മുടെ സ്റ്റോറിലുള്ള ഫിസിക്കൽ സ്റ്റോക്കും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാകുമ്പോൾ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതാണ് GAD. ദെൻ 31-ാമതായി പറയുന്നത് ഗാർഡ് ഷീറ്റ് ആണ്. ഗാർഡ് ഷീറ്റ് എന്ന് പറയുമ്പോൾ ലിസ്റ്റ്. ഏതിന്റെ ലിസ്റ്റാണ്? നമ്പർ ഓഫ് കാർട്ടൺസ് ഓർ ബാഗ്സ്. നമ്മൾ ലോഡൊക്കെ കയറ്റി വിടുമ്പോൾ അതിൽ എത്ര കാർട്ടണുകൾ കയറിപ്പോയി, ഇത്ര ബാഗ് സപ്ലൈ ചെയ്തിട്ടുണ്ട്, അങ്ങനെ ബാഗുകളുടെയും കാർട്ടണിന്റെയും ഒക്കെ ലിസ്റ്റ്. അതിനെയാണ് ഗാർഡ് ഷീറ്റ് എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് GKM. GICM അല്ല, GKM ആണ്, ഗേറ്റ് കീപ്പർ മാർജിൻ. അടുത്തത് ഹൈപ്പർ ബിൻ. ഹൈപ്പർ ബിൻ എന്ന് പറയുമ്പോൾ ബിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം സ്റ്റോക്ക് സൂക്ഷിക്കാനുള്ള ഒരു ബോക്സ് അല്ലെങ്കിൽ ഒരു പാത്രം, അതിനെയൊക്കെയാണ് നമ്മൾ ബിൻ എന്ന് പറയാം. അപ്പം വലിയൊരു ബിൻ, അതിൽ ചെറിയ ചെറിയ SKUs വെച്ചിട്ടുണ്ടാവും. SKU എന്ന് പറയുമ്പോൾ സ്റ്റോക്ക് കീപ്പിംഗ് യൂണിറ്റ്. അപ്പോൾ സോക്സുകളൊക്കെ ചെറിയൊരു പാക്കറ്റിലായിരിക്കും ഉണ്ടാക്കുക. അങ്ങനെയുള്ള കുറേ സോക്സ് ഒരു വലിയ ബോക്സിലിട്ട് വെച്ചിരിക്കുകയാണെന്ന് വിചാരിക്കാം. അതേപോലെ ഒരു വലിയ ബിൻ, അതിൻ്റെ ഉള്ളിൽ ചെറിയ ചെറിയ സ്റ്റോക്ക് കീപ്പിംഗ് യൂണിറ്റ്സ് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടാവും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹൈപ്പർ ബിൻ എന്ന് പറയുന്നത്. ദെൻ 34-ാമതായി പറയുന്നത് ഹീപ്പേഴ്സ് ഡിസ്പ്ലേ യൂണിറ്റ്. ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടൂള് അല്ലെങ്കിൽ ഒരു ബോക്സ് ആണിത്. നിങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ പേര് നെറ്റിൽ അടിച്ചെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ കൃത്യമായിട്ടുള്ള ഡിസ്പ്ലേ നിങ്ങൾക്ക് കാണാൻ കഴിയും. വലിയ വലിയ ചതുര പെട്ടികൾ, ആ ചതുര പെട്ടികളിൽ ഇങ്ങനെ ചെറിയ ചെറിയ കള്ളികളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും. എന്നിട്ട് ഓരോ കള്ളികളിലും ഒന്നിൽ ടൊമാറ്റോ ആണെങ്കിൽ